അങ്കമാലി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. അയ്യമ്പുഴ കൊല്ലക്കോട് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. പ്രദേശത്തുള്ള വിവിധ കൃഷിയിടങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അർച്ചന ചേരുകയാണ്. അർച്ചന, ആനകളെ വനമേഖലയിലേക്ക് കയറ്റുവാനുള്ള ശ്രമം പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും വനപാലകരും ഒപ്പം നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ ആനയെ ഈ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഇതുവരെ ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെയോടുകൂടിയാണ് ഒരു ആന എത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടി 10 മണിയോടുകൂടി മറ്റൊരാനയും ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആനകളാണ് ഈ ജനവാസ മേഖലയിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ആനയുടെ ശല്യം രൂക്ഷമാണ്, കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്ന് ജനങ്ങൾ പറയുന്നുമുണ്ട്. വലിയ കൃഷിയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ്. തൊട്ടടുത്തായിട്ട് അംഗൻവാടി സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയാണ്. ഇതുവരെ കാട്ടാന കാട്ടിലേക്ക് കയറി പോകാത്തതാണ് ഇപ്പോൾ വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചടക്കം വനപാലകർ നിരീക്ഷണം നടത്തുന്നുണ്ട്. അങ്ങനെ ആനയെ കേന്ദ്രീകരിക്കാൻ കഴിയുമോ, അതിനുശേഷം കാട്ടിലേക്ക് കയറ്റിവിടാൻ കഴിയുമോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും അയ്യമ്പുഴ ഈ കൊല്ലങ്കോട് ഭാഗത്താണ് ഇന്ന് രാവിലെ 2 കാട്ടാനകൾ ഇത്തരത്തിൽ സമീപത്ത് ആശങ്ക ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. സിന്ധൂരി. ശരി അർച്ചന, അങ്കമാലിയിലാണ് ജനവാസ മേഖലയിൽ 2 കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കാട്ടാനകളെ കണ്ടെത്തിയത്. എന്തായാലും പ്രദേശത്ത് വിവിധ കൃഷിയിടങ്ങൾ ഈ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. അവയെ വനമേഖലയിലേക്ക് കയറ്റുവാനുള്ള ശ്രമം തുടരുകയാണ്. അർച്ചനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.